PSC അഴിമതിക്കെതിരെ യുവമോർച്ച പ്രവർത്തകർ PSC ഓഫീസ് മാർച്ച് സംഘടിപ്പിച്ചു. തിങ്കളാഴ്ച രാവിലെ 11 മണിയോടെയാണ് മുട്ടമ്പലത്തെ PSC ഓഫീസിലേക്ക് യുവമോർച്ച പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തിയത്. ആരോപണ വിധേയനായ മന്ത്രി മുഹമ്മദ് റിയാസ് രാജിവെക്കണമെന്നും കോഴ അഴിമതിയെപ്പറ്റി CBI അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ട് നടത്തിയ സമരം BJP ജില്ലാ പ്രസിഡന്റ് ലിജിൻ ലാൽ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ പിണറായി സർക്കാർ അധികാരമേറ്റതു മുതൽ കോഴ ആരോപണങ്ങളും ഉയർന്നു വരികയാണെന്നും ലിജിൻ ലാൽ പറഞ്ഞു. PSC കോഴ ആരോപണം ഗൗരവമേറിയതാണെന്നും ഇതിനെപ്പറ്റി CBI അന്വേഷിക്കണമെന്നും ഉദ്ഘാടകൻ ആവശ്യപ്പെട്ടു. ഇത്തരത്തിലൊരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കാനുണ്ടായ സാഹചര്യത്തെപ്പറ്റി ഇവിടെ സ്വാഗത ഭാഷണത്തിൽ ശ്രീ രോഹിത് പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കേരളം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് PSC അംഗത്വത്തിനു വേണ്ടിയിട്ട് കോഴ വാങ്ങിയ CPM നേതാവിനെ പറ്റിയും CPMൻ്റെ PSCയെ അട്ടിമറിക്കാൻ വേണ്ടി അല്ലെങ്കിൽ PSCയിലെ കോഴ വാങ്ങിക്കൊണ്ട് നിയമനങ്ങൾ നടത്തിക്കൊണ്ട് PSCയെ ഒരു അറവുശാലയാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിന് എതിരായിട്ടുള്ള പ്രതിഷേധ മാർച്ചാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കേരളത്തിലെ എല്ലാ ജില്ലകളിലും PSC ഓഫീസുകളിലേക്ക് യുവമോർച്ചയുടെ പ്രവർത്തകർ മാർച്ച് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ പിണറായി സർക്കാർ അധികാരത്തിൽ വന്നത് മുതൽ കോഴ ആരോപണങ്ങൾ ഓരോ ദിവസവും ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാന സെക്രട്ടറി അദീന ഭാരതി, രോഹിൻ, അരുൺ മൂലേടം തുടങ്ങിയവരും സമരത്തെ അഭിസംബോധന ചെയ്തു. കഞ്ഞിക്കുഴി കവലയിൽ നിന്നാരംഭിച്ച മാർച്ച് PSC ഓഫീസിൽ തൊട്ടു മുമ്പായി പോലീസ് തടഞ്ഞു. പിന്നീട് ബാരിക്കേഡ് മറികടക്കാൻ പ്രവർത്തകർ ശ്രമിച്ചത് നേരിയ സംഘർഷത്തിന് ഇടയാക്കി. കനത്ത മഴയെ അവഗണിച്ചെത്തിയ പ്രവർത്തകരെ പിന്നീട് അറസ്റ്റ് ചെയ്തു നീക്കി. ന്യൂസ് ബ്യൂറോ, കോട്ടയം.